ഇവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരുവോ വരൂലാണ്ടല്ലാഹു എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. എത്ര അല്ലേ നേരത്തെ വന്നപ്പോല്ലേ നമുക്ക് എത്ര ഭാഗ്യമുള്ളവരാ. ഞാനും ഇറക്കി ഇവിടെ ഇങ്ങനെ കസാലത്തിരിക്കലുണ്ട്. കാരണം റഹ്മത്തിന്റെ മാലാഖമാര് വട്ടമിട്ട് പറക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയിരിക്കും റഹ്മത്തിന്റെ മാലാഖമാര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലാഹു ആ കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തിട്ട് ഒരു ഫാത്തിഹ നമ്മൾ ഓതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സങ്കടങ്ങളെല്ലാനോട് പറയണം. എന്നിട്ട് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. മുഅ്മിനിന്റെ അഭയകേന്ദ്രമാണ് മദീന. ആ മദീനയിലേക്ക് നമ്മൾ ഫാത്തിഹ ഓതും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇലാ ഹളറത്തു നബിയനാ വഹബീബിന മുസ്തഫാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇനി വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ എന്തിനാ നമ്മൾ വന്നത്? വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി നാളെ മുതൽ നമ്മളെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ വിഷമം ഇന്നിപ്പോ രാവിലെ നമ്മളൊരു കാക്ക കാലിനൊക്കെ നീര് വന്ന് ഇവിടെ വരുമ്പോ നടക്കാല്ലേ, കാക്കൊക്കെ നടക്കാൻ പറ്റുന്നില്ല. അൽഹംദുലില്ലാ ഇപ്പൊ പോയില്ലേ, എല്ലാം മാറി. ഉദ്ദേശിച്ചാണ് ഇപ്പൊ നടക്കാനൊക്കെ കഴിയില്ലേ, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ആഫിയത്തും ആറിയും അല്ലാഹു നൽകട്ടെ അല്ലേ. ഇരിക്കും. പിന്നെ മക്കളില്ലാത്തൊരു മോയി പോയ പാണ്ടിക്കാട് അള്ളാഹു മക്കളില്ലാത്തൊരു അതും തക്ബീർ ചൊല്ലിയോ? തക്ബീർ ചൊല്ലിയോ? പിന്നെ എല്ലാവർക്കും പോതില്ല. ഒരു ദിവസം ആ പെണ്ണ് എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. ഇവിടെ എല്ലാവർക്കും പോലല്ലോ, ഒരു മുടി കണ്ട് എല്ലാ മുടി കൊഴിഞ്ഞു പോകും. അള്ളാഹു കാക്കട്ടെ. നിങ്ങള് അവിടെ അടിമന്മാരിങ്ങനെ മുടി കെട്ടാൻ പറയില്ല. ഇനി മസ്തന്റെ കച്ചവടം തുടങ്ങണ്ടേ? മുടി കാണിക്കരുത്, ഇത് കാണിക്കരുത്. റഹ്മത്തിന്റെ ഇവിടെ നല്ല മുടി, ഒരൊറ്റ മുടി പോലും കാണാം പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയാൻ സമയമില്ല കേട്ടോ. അപ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലും. വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ.